ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നേ. രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ. തലേദിവസം മുതലേ മഴയായിരുന്നു, ഫുള്ള് മഴയായിരുന്നു കേട്ടോ 2-3 ദിവസമായിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഉച്ചക്കത്തെ കറികളൊക്കെ ഒന്ന് കാണിക്കാമേ. എല്ലാ ദിവസവും രാവിലെ മുതലുള്ള വിശേഷങ്ങളാണല്ലോ കാണിക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് മുതലുള്ളതൊക്കെ കാണിക്കാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കറികളായിട്ട് ക്യാബേജ് തോരനുണ്ട്, പിന്നെ മോര് കാച്ചിയതുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ തലേദിവസം വെച്ച മീൻകറിയാണ്, കേരയാണ് കേട്ടോ, കേരക്കറി ഉണ്ട്. പിന്നെ നെല്ലിക്ക ചമ്മന്തിയാണ് കേട്ടോ, നെല്ലിക്ക കൊണ്ട് ചമ്മന്തി അരച്ചാണേ. പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഈ ടീപ്പോയിലാണ് കേട്ടോ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാറ്. ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പൊ ഞാൻ അവിടെ ഒന്ന് വെച്ചത്. പിന്നെ കറികൾ കുറച്ച് കൂടുതലും ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെച്ചാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറ്റി വെക്കാറ്, കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. പിന്നെ വൈകുന്നേരം ആവാറായപ്പോഴേക്കും തക്കുട് സ്കൂളിൽ നിന്ന് വരാറായപ്പോഴേക്കും അവന് കൊടുക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് അല്ല, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ഒരു കുക്കുംബറും ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാന്ന് ഓർത്തെ. ഡ്രാഗൺ ഫ്രൂട്ട് അവന് ഇഷ്ടം, അതിനകത്ത് ഈ റെഡ് കളറിലതേ കഴിക്കത്തുള്ളൂ, വൈറ്റ് ഇഷ്ടമല്ല, റെഡ് കഴിച്ചോളൂ. കുക്കുംബർ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കഴിക്കുമെന്ന് മാത്രം. ഞാൻ കുക്കുംബറും കൂടെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചു എന്നുള്ളൂ. അപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇന്ന് ഇതങ്ങ് കൊടുക്കാന്ന് ഓർത്തു. ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കഴിച്ചാലും നല്ലതാണല്ലോ. ഇനി റെഡ് അവന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും റെഡാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ അങ്ങനെ അതും ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അപ്പോഴേക്കും അവൻ സ്കൂളിൽ നിന്ന് വന്നു, അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. പിന്നെ ഞാനും അവനും കൂടി അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എഴുതിയതാണേ. അടുത്ത ദിവസം ഒന്ന് പോകണം കിച്ചണിലേക്കും, അല്ലാണ്ട് മൊത്തത്തിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എഴുതി വെച്ചതാ, അല്ലെ മറന്നു പോകും. പിന്നെ ഓർത്തപ്പം അങ്ങോട്ട് എഴുതി വെച്ചതാണേ. പിന്നെ അവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. 11-ാം തീയതി എക്സാം തുടങ്ങും, അപ്പൊ അതൊക്കെ ഇരുന്നങ്ങ് പഠിക്കായിരുന്നു. ഓഗസ്റ്റ് 11-ാം തീയതി കേട്ടോ. പിന്നെ എനിക്ക് ഞാനൊരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ് അത്. അപ്പൊ അവൻ അവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊന്ന് വീഡിയോ എടുത്ത് തന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു ക്ലിപ്പ് അവൻ ജസ്റ്റ് ഒന്ന് എടുത്ത് തന്നാണേ. പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണങ്ങിയത് തലേദിവസം അലക്കിയിട്ടതാണേ. മഴ ആയതുകൊണ്ട് അന്നൊന്നും ഉണങ്ങി കിട്ടത്തില്ലല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കുമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ബൈ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.